ഹരിദ്വാറിലെത്തിയ രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് നല്ല മഴയാണ് കിട്ടിയത്. ആ മഴയത്തും ഞങ്ങൾ വിശേഷപ്പെട്ട നല്ലൊരു തീർത്ഥസ്ഥലമാണ് ഹരിദ്വാറിലുള്ള ദശേശ്വർ മഹാദേവ ക്ഷേത്രം. അവിടേക്കുള്ള യാത്രയിലാണ് ഞങ്ങളെല്ലാവരും. ശ്രാവൺ മഹീനയിലെ തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഗംഗയുടെ ആ കുത്തൊഴുക്ക് ഒന്നും കൂടി ഗാംഭീര്യം കൂടിയ പോലെ തോന്നി ഞങ്ങൾക്ക്. പുരാണപ്രകാരം ദക്ഷ പ്രജാപതി ഇവിടെയാണ് മഹായജ്ഞം നടത്തിയത്. ശിവനെയും സതീദേവിയുമായി ബന്ധപ്പെട്ട അതിപുണ്യസ്ഥലമാണിത്. ഇവിടെ എത്തിയാൽ നമുക്ക് ഗംഗാ സ്നാനവും അതോടൊപ്പം ഗംഗാതീർത്ഥം ശേഖരിച്ച് ക്ഷേത്രത്തിനകത്തുള്ള ശിവലിംഗത്തിൽ അഭിഷേകവും ചെയ്യാൻ സാധ്യമാണ്. ദക്ഷ പ്രജാപതിയുടെ മകളായിരുന്നു സതീദേവി. സതീദേവി പരമശിവനെ ഭർത്താവായി സ്വീകരിച്ചു. എന്നാൽ ദക്ഷ പ്രജാപതിക്ക് ശിവനോട് വലിയ സ്നേഹമുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു വലിയ യജ്ഞം നടത്താൻ തീരുമാനിച്ച ദക്ഷൻ എല്ലാ ദേവന്മാരെയും മഹർഷിമാരെയും ക്ഷണിച്ചു. എന്നാൽ ശിവനെയും സതീദേവിയെയും ക്ഷണിച്ചില്ല. തൻ്റെ ഭർത്താവിനെ അവഗണിച്ചതിനാൽ സതീദേവി ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ മഹാദേവനിൽ നിന്ന് വീരഭദ്രൻ ഉണ്ടാവുകയും ആ വീരഭദ്രൻ ആ യജ്ഞശാല നശിപ്പിക്കുകയും ദക്ഷൻ്റെ തല ഇല്ലാതാക്കുകയും ചെയ്തു. മഹർഷിമാരുടെയും ദേവന്മാരുടെയും പ്രാർത്ഥനയാൽ മഹാദേവൻ്റെ കാരുണ്യം കൊണ്ട് ദക്ഷ പ്രജാപതിക്ക് ആടിൻ്റെ തല കിട്ടുകയും ചെയ്തു. ഈ മഹാദേവ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഈ യജ്ഞത്തിൻ്റെ സ്മരണയും സതീദേവിയുടെ ത്യാഗവും മഹാദേവൻ്റെ കരുണയും ഓർക്കുന്നതാണ് തീർത്ഥത്തിൻ്റെ വലിയ ആത്മീയ ഭാവം. ദശേശ്വര മഹാദേവനെ ഭക്തിയോടെ ദർശിക്കുകയും ഗംഗാസ്നാനം ചെയ്ത് ശിവപൂജ നടത്തുകയും ചെയ്യുന്നത് പാപപരിഹാരത്തിനും മനഃശാന്തിക്കും ശിവാനുഗ്രഹത്തിനും കാരണമാകുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. Sama